ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും മൃഗീയവുമായ ഒരു കൂട്ടക്കൊല നടന്ന സ്ഥലമാണിത്. ജൂതന്മാരെ കണക്കില്ലാതെ എത്ര ലക്ഷം എത്ര മില്യൺ എന്നറിയാൻ വയ്യാത്ത അത്രയും ജൂതന്മാരെ, ഒരു കുറ്റവും തെറ്റും ചെയ്യാത്ത ആൾക്കാരെ ഹിറ്റ്ലറും നാസി പട്ടാളക്കാരും കൂടി മൃഗീയമായി കൊന്നൊടുക്കിയ സ്ഥലം. ഇത് പോളണ്ടിലെ ഓഷ്വിച്ച് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. ഇവിടെയാണ് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുള്ളത്. ഞങ്ങൾ പോളണ്ടിലെ ക്രാക്കോന്ന് ഒരു കണ്ടക്ടർ ടൂർ വഴിയാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ എല്ലാം സാധാരണ രീതിയിലായി, ആൾക്കാരൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നു. പക്ഷേ എന്നാലും ഇവിടുത്തെ അന്തരീക്ഷം ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു മൂകതയോ എന്തോ ഉണ്ട് ഇവിടെ. 1935 ഹിറ്റ്ലർ ലീഡ് ചെയ്ത നാസി പാർട്ടിയും ഒക്കെ കുറേശ്ശെ ജർമ്മനിയിൽ പോപ്പുലർ ആവാൻ തുടങ്ങി. അപ്പം അവിടുത്തെ മെയിനായിട്ടുള്ള ഹൈ പോസ്റ്റിലും അവിടെ കൂടുതലും യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും ജൂയിഷ് പോപ്പുലേഷൻ ആയിരുന്നു. ഇവർക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ജൂസിനോട് കുറച്ചൊരു ദേഷ്യമോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആ റേസിസം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു. അപ്പം ജർമ്മനി മുഴുവൻ ആ ജ്യൂസിന് അഗൻസ്റ്റായി. അപ്പോൾ ഹിറ്റ്ലർക്ക് എന്തായിരുന്നു ആഗ്രഹം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ജർമ്മനി ആവണം. അതിന് ജ്യൂസ് ഒരു തടസ്സമാവുന്നു എന്ന് കണ്ടപ്പം അവരെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നായി ലക്ഷ്യം. അപ്പം അങ്ങനെ 1939 ഈ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. അപ്പോൾ അതോടെ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി. അപ്പോൾ വാറിൽ ഉള്ള പ്രിസണേഴ്സിനെ കൊണ്ടുവരാനായിട്ടും അവരെ ആക്കാനായിട്ടും ഒരു സ്ഥലമാണ് ആദ്യം ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അത് ക്രമേണ യൂറോപ്പിലെ ഓരോ കൺട്രീസിൽ നിന്നും വാഗണിൽ ജ്യൂസിനെ സെലക്ട് ചെയ്ത് അവരുടെ ഫാമിലിയോടുകൂടി അവരോടൊന്നും പറയില്ല. അവരോട് പറയുന്നത് നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫാമിലിയോട് കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിന് പ്രത്യേക പെർമിഷനൊക്കെ വേണം. അപ്പോൾ ഞാൻ കഴിയുന്ന പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ ക്യാമ്പുകളും. ഇതൊക്കെ ഫുള്ള് ഇപ്പം റിമെയിൻസ് അതേപോലെ അവർ വെച്ചിട്ടുണ്ട്. കുറച്ച് വീഴാതിരിക്കാനായിട്ടുള്ള ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് ഞങ്ങളുടെ ഗൈഡാണ്. അപ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടാൽ നമുക്ക് കാണുന്നതിനെക്കാട്ടിലും പ്രയാസമാവുന്ന പോലെയാണ് അവരുടെ എക്സ്പ്ലനേഷൻ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഒരു വാഗൺ, അതേപോലത്തെ 100 കണക്കിന് വാഗണിൽ ആൾക്കാരെ കുത്തി നിറച്ച് യൂറോപ്പിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന 10-12 ദിവസം വാഗണിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു വേറെ ലോകം, നമുക്കൊരു വേറെ സ്ഥലം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. ഈ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇവർ ചെയ്യുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റും. അത് കഴിഞ്ഞ് കുട്ടികളെയും വയസ്സായവരെയും വേറെ സ്ഥലത്തേക്ക്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവരെ ആദ്യം കൊല്ലും. ഇവരൊക്കെ എത്ര പ്രതീക്ഷയോടെയാവും വന്നിട്ടുണ്ടാവുക. ഇങ്ങനെയൊരു സംഗതിയാണ് ഇവരെ കാത്തിരിക്കുന്നതെന്ന് ഇവരറിയുന്നില്ലല്ലോ. യാത്രയുടെ ക്ഷീണമൊക്കെ മാറി ഒരു നല്ല ഫ്രഷായിട്ട് മെഡിസിനൽ ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അവർ വിവസ്ത്രരാക്കി ഒരു മുറിയിൽ കൊണ്ടുപോകും. അന്ന് മരിച്ചവരുടെ കണ്ണടകളാണിതൊക്കെ. ഇത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവർ യൂസ് ചെയ്തിരുന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഇത് അവരുടെ ഗ്ലാസ് പാത്രങ്ങൾ, ഇത് അവർ കൊണ്ടുവന്ന ബാഗുകൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ, ചെരുപ്പുകൾ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരുടെ ഫോട്ടോസാണ്. ശരിക്കും നമുക്ക് കണ്ടാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്നിട്ട് ഇവരെ എല്ലാവരെയും കൂടി ഒരു റൂമിൽ കൊണ്ടുപോയി എല്ലാം ക്ലോസ് ചെയ്ത് അതിലൊരു പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിനകത്ത് കൂടി സൈക്ലോൺ ബി എന്ന് പറഞ്ഞ ഒരു സൈനൈഡ് അവരതിലേക്ക് കൂടി കടത്തിവിടും. ഇത് അന്ന് അവരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന സൈക്ലോൺ ബിയുടെ ചെറിയ ക്യാനുകളാണ്. ആ ക്യാനുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ വരുന്ന സ്ത്രീകളുടെയൊക്കെ തലമുടി അപ്പം തന്നെ ഷേവ് ചെയ്ത് അവരാണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കും. അപ്പോൾ അത് തന്നെ 7000 കിലോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ക്രിമറ്റോറിയമാണ്. ആ ക്രിമറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്യാസ് ചേമ്പർ. അപ്പോൾ ഗ്യാസ് ചേമ്പറിൽ നിന്ന് മരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പം തന്നെ അത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നു. ഇതാണ് വിഷവാതകം കടത്തിവിട്ട് തിക്കി ഞെരുക്കി ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്ന ഗ്യാസ് ചേമ്പർ. ഇവിടുന്ന് ഒരാൾ പോലും രക്ഷപ്പെടാതിരിക്കാനായിട്ട് അവർ 2 ഇലക്ട്രിക്കൽ ഫെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ മുമ്പിൽ ഒരാൾ കാവലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ അപ്പം തന്നെ വെടിവെക്കും. ഇതവരെ തൂക്കിക്കൊന്നിരുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഏത് തരത്തിലൊക്കെ കൊല്ലാം അത് എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അവരെ ചാരി നിർത്തി വെടിവെക്കുമായിരുന്നു മറ്റുള്ള പ്രിസണേഴ്സിൻ്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ ഇവിടെ ആൾക്കാർ കൂടുതൽ അവർ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഓഷ്വിച്ചിൽ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ അവർ രണ്ടാമതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങാനായിട്ട് ആലോചിച്ചു. അതിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്.
അതാണ് ബിർക്കനൗ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ്. അത് കുറച്ച് അധികം സ്ഥലമുള്ള ഒരു വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. ഈ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ കാര്യങ്ങളും ഫുൾ പണി അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവർക്ക് വയ്യാണ്ടാകുമ്പോൾ അവരെ കൊല്ലും. അതിന് അടുത്ത നെക്സ്റ്റ് ഒരു ബാച്ചിലെ ആൾക്കാർ ഇതേപോലെ ചെയ്യിപ്പിക്കും. അങ്ങനെ 20,000-30,000 പേരാണ് ഒരു ദിവസം അവർ കൊല്ലുന്നത്. ഇവിടെ നടക്കുന്ന എന്താണെന്ന് പുറം ലോകം അറിയാതിരിക്കാനായിട്ട് ഇവർ വളരെയധികം സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങൾ ചെയ്തിരുന്നു. കുറേ ഗാർഡുകളെയൊക്കെ വെച്ചിരുന്നു, 2 ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിരുന്നു. പിന്നെ അവിടെ അടുത്തുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി താമസിപ്പിച്ചു. ആർക്കും 4-5 കൊല്ലത്തേക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കും സിസ്റ്റമാറ്റിക് ആയിരുന്നു അവരുടെ ഓരോ നീക്കങ്ങളും. അങ്ങനെ ഒരു 4-5 കൊല്ലത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു. 1945 ഓൾമോസ്റ്റ് ജർമ്മനി സറണ്ടർ ചെയ്തു. വേൾഡ് വാർ തീരാറായ സമയത്ത് സോവിയറ്റ് യൂണിയൻ വന്ന് എല്ലാം പിടിച്ചടക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലായപ്പോൾ അവർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ പറ്റി ആരും അറിയാതിരിക്കാനായിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള 2-3 ക്രിമറ്റോറിയത്തിലെ ചിമ്മിനി ഉണ്ടല്ലോ അത് ബ്ലോ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഡോക്യുമെൻറ്റ്സും ബാക്കിയുള്ള തെളിവുകളും ഒക്കെ അവരങ്ങനെ കത്തിച്ചങ്ങ് നശിപ്പിച്ചു. ഈ സ്ഥലത്ത് മുഴുവൻ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു പണ്ട് പ്രിസണേഴ്സിനെ താമസിപ്പിച്ചിരുന്നത്. തീരെ വയ്യാത്ത കുറച്ച് പേര് 9,000 പേരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും അവർ ഇതുപോലത്തെ ഓരോ ചേംബറിൽ വെറും തടിയും കോൺക്രീറ്റും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് പുതയ്ക്കാൻ തണുപ്പത്തൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഓരോ അസുഖങ്ങളുള്ള ആൾക്കാരെ തിക്കി തിരക്കി ഇതിനകത്തായിരുന്നു കിടത്തിയിരുന്നത്. ഇത് അന്ന് രക്ഷപ്പെട്ട ആൾക്കാരുടെ അവരവിടുന്ന് കൊണ്ടുപോയ ആൾക്കാരുടെ കുറച്ച് ഫോട്ടോസാണ്. ഈ കാണുന്നത് അന്ന് അവർ ബ്ലാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആ ചേംബറിൻ്റെ അവശിഷ്ടങ്ങളാണ്. അങ്ങനെ അന്ന് USSR വന്ന സമയത്താണ് ഈ ബാക്കിയുള്ള ആൾക്കാരും വയ്യാത്തവരെ അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി. അവരെ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, കുറേ പേരൊക്കെ മരിച്ചുപോയി. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാം ലോകം അറിയുന്നത്. ഇത് സോവിയറ്റ് യൂണിയൻ വന്ന് റുഡോൾഫ് ഹോസ് എന്ന് പറഞ്ഞ് ഇവരുടെ മെയിൻ കമാൻഡൻറ്റിനെ വിചാരണ ചെയ്ത് അവസാനം അവിടെ തൂക്കിലേറ്റിയ സ്ഥലമാണ്. ഇവിടെ ജൂസിനെ മാത്രമല്ല പോളിഷ് ആൾക്കാരെയും ജിപ്സീസിനെയും എല്ലാവരെയും കൊന്നിരുന്നു. അതുപോലെ വളരെ ക്രൂരമായ രീതിയിൽ അവർ എക്സ്പെരിമെൻറ്റ്സ് ഈ പ്രിസണേഴ്സിൻ്റെ ബോഡിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഒരു ക്രിമറ്റോറിയത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്മാരകമാണ്. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊന്നും ഹിറ്റ്ലർ വന്നിട്ടേ ഇല്ല. ഹിറ്റ്ലറിൻ്റെ അനുയായികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ജാതി, മതം, രാഷ്ട്രീയം, പദവി ഇതിനൊക്കെ വേണ്ടി നമ്മൾ എത്രയോ പേരെ കൊല്ലുന്നു, യുദ്ധം നടത്തുന്നു. ഇതിനൊക്കെ അവസാനം എന്താ? ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് സ്വന്തമായി വെടിവെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഹിറ്റ്ലർ ചെയ്തത്. ഇനി ഇങ്ങനെയൊരു കാലം ലോകത്തിലുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല നമുക്കൊന്നും പറ്റില്ലല്ലോ.